So today we're gonna start module 2 of operating system. So ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. പ്രോസസ് ഇസ് എ പ്രോഗ്രാം ആൻഡ് എക്സിക്യൂഷൻ. അതായത് എക്സിക്യൂഷനിൽ ഇരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ് നീഡ് റിസോഴ്സസ്. പ്രോസസ്സിന് എന്ത് വേണം? റിസോഴ്സസ് വേണം. CPU ടൈം, അതേപോലെ തന്നെ മെമ്മറി, ഫയൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതൊക്കെ വേണം അവർക്ക് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസോഴ്സസ് എന്ന് പറയുന്നത് allocated to the process either where it is created or while it is executing. ഒന്നെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ്റെ സമയത്താണ് എന്ത് റിസോഴ്സസ് പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ് സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ്. എ പ്രോസസ് എക്സിക്യൂട്ട് ഇറ്റ് ചേഞ്ചസ് സ്റ്റേറ്റ്. പ്രോസസ് എക്സിക്യൂഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആവും. സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ് ഇസ് ഡിഫൈൻഡ് ബൈ ദ concurrent activities of that process. Of that process is defined by the concurrent activities of that process. ആ പ്രോസസ്സിൻ്റെ കൺകറൻറ്റ് ആക്ടിവിറ്റീസിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് ദ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് പ്രോസസ് മേ ബി ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്. ഇനി പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരിക്കും ഒരു പ്രോസസ്സ് ഉണ്ടാവും. ആദ്യം പുതിയൊരു പ്രോസസ്സ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിനുശേഷം അതിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തും. ഓക്കെ ആണോ? അതിനുശേഷം ഷെഡ്യൂളർ ഡിസ്പാച്ച് ചെയ്ത് നിൽക്കാം. അങ്ങനെയാണെങ്കിൽ റെഡി സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് റണ്ണിങ് സ്റ്റേറ്റിലേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രപ്റ്റ് വന്നു നിൽക്കാം. ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് ഇവിടെ നിന്ന് വരികയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻ, എന്ത് ചെയ്യും, പുതിയൊരു രണ്ടാമത്തെ പ്രോസസ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് കയറ്റും. ഓക്കെ, ഇൻട്രപ്റ്റ് വന്നില്ലേ, അപ്പോൾ എന്താണ്, ഇതിനെ വെയിറ്റിംഗ് സ്റ്റേജ്, നമ്മുടെ ആദ്യം വന്ന പ്രോസസ്സിനെ വെയിറ്റിംഗ് സ്റ്റേജിൽ കൊണ്ടുവെക്കും. ഓക്കെ ആണോ? ഓക്കെ, അതിനുശേഷം ഇവിടെ അടുത്ത പ്രോസസ്സ് നടക്കണില്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ എക്സിറ്റ് ചെയ്യും, അതായത് ടെർമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിലേക്ക് എത്തിക്കും. ഓക്കെ, ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇപ്പം ഇവിടെ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ ഒരാൾ ഇരിക്കണില്ലേ, അവരെന്ത് ചെയ്യും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻ കംപ്ലീഷന് വേണ്ടി നമ്മൾ ആദ്യം റെഡി സ്റ്റേറ്റിൽ കൊണ്ടുവയ്ക്കും. റെഡി സ്റ്റേറ്റിൽ നിന്ന് പിന്നെ റണ്ണിങ് കൊണ്ടുപോകണം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ്. ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി, പിന്നെ എക്സിറ്റിലേക്ക് പോകണത്. ഇവിടെ ഒരു ഇൻട്രപ്റ്റും കൂടി ഉണ്ട്. ഇതിൽ നമുക്ക് ഓരോന്ന് പറയാം. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ക്രിയേറ്റ് ആയി എന്നർത്ഥം. റണ്ണിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവന്റ് ഒക്കർ ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സ്. റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് എന്ത്, റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും, ടെർമിനേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഓൺലി വൺ പ്രോസസ് ക്യാൻ ബി റണ്ണിങ് ഓൺ എനി പ്രൊസസ്സർ. അതായത് ഏതൊരു പ്രൊസസ്സറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഒരൊറ്റൊരു പ്രോസസ്സിന് മാത്രമേ ഒരു സമയം റൺ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓൾദോ റെഡി സ്റ്റേറ്റിലും വെയിറ്റിംഗ് സ്റ്റേറ്റിലും ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടെങ്കിലും ഒരെണ്ണത്തിന് മാത്രമാണ് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതാണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈച്ച് പ്രോസസ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ദ OS ബൈ എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഓരോ പ്രോസസ്സും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണേ, PCB വഴിയാണ്. PCBനെ നമുക്ക് എന്തും പറയാം, ടാസ്ക് കൺട്രോൾ ബ്ലോക്ക് എന്നും പറയാൻ പറ്റും. PCB കണ്ടെയ്ൻസ് മെനി പീസസ് ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് പീസസ് ഓഫ് ഇൻഫർമേഷൻസ് PCBയിൽ ഉണ്ടായിരിക്കും. എന്തിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ സ്പെസിഫിക് പ്രോസസ്സോളെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പറയുന്നത് പ്രോസസ് സ്റ്റേറ്റ്. ദ സ്റ്റേറ്റ് മേ ബി എ ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ്, ഹോൾഡ് ഓർ സോ ഓൺ. ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രോസസ് സ്റ്റേറ്റുകൾ ഇവിടെ ഉണ്ടായിരിക്കും. അടുത്തതാണ് പ്രോസസ് കൗണ്ടർ. ദ കൗണ്ടർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫ്രം ദിസ് പ്രോസസ്. ഓക്കെ, ഈ പ്രോസസ്സിന് വേണ്ടി ഉള്ള അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് പ്രോസസ് കൗണ്ടറിൽ ഉള്ളത്. ഓക്കെ, CPU രജിസ്റ്റർ. Register vary in number and type.
രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്പറും ടൈപ്പും വാരിയിങ് ആയിരിക്കും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. രജിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് അക്യുമുലേറ്റർ, ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് പോയിന്റർ ആൻഡ് ജനറൽ പർപ്പസ് രജിസ്റ്റർ. രജിസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവുക? അക്യുമുലേറ്റർ ഉണ്ടാവും, ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടായിരിക്കും, സ്റ്റാക്ക് പോയിന്റർ ഉണ്ടായിരിക്കും, ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അലോങ് വിത്ത് ദ പ്രോഗ്രാം കൗണ്ടർ, this state information must be saved when an interrupt occur. പ്രോഗ്രാം കൗണ്ടറിൻ്റെ പോലെ തന്നെ എന്താണ്, ഒരു ഇൻട്രപ്റ്റ് വന്നു നിൽക്കുക. ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻഫോർമേഷൻ നമ്മൾ സേവ് ചെയ്തേക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതാണ് നമ്മൾ CPU രജിസ്റ്ററിനെ പറ്റി പറഞ്ഞു. അടുത്തത് CPU ഷെഡ്യൂളിങ്ങിൻ്റെ ഇൻഫോർമേഷൻ നമുക്ക് എടുത്തു വെക്കണം. ദ ഇൻഫോർമേഷൻ ഇൻക്ലൂഡ്സ് പ്രോസസ് പ്രയോറിറ്റി, അതേപോലെ തന്നെ പോയിന്റർ ടു ദ ഷെഡ്യൂളിംഗ് ക്യൂ ആൻഡ് അതർ ഷെഡ്യൂളിംഗ് പാരാമീറ്റേഴ്സ്. ഇതിലെന്തൊക്കെ ഉണ്ടാവുക? പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി, ഷെഡ്യൂളിംഗ് ക്യൂവിൻ്റെ പോയിന്റർ, അതേപോലെ തന്നെ വേറെ ഷെഡ്യൂളിങ്ങിന് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ആയിരിക്കും എന്ത് CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷനിൽ ഉണ്ടാവുക. അടുത്തത് പറയുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ. This information includes the value of the base and limit register, the page table and the segment table depending on the memory system. Memory management information എന്താ ഉണ്ടാവുക? നമ്മുടെ ബേസിൻ്റെ വാല്യൂ, രജിസ്റ്ററിൻ്റെ ലിമിറ്റ്, പേജ് ടേബിള്, സെഗ്മെൻറ്റ് ടേബിള്, ഇതൊക്കെ മെമ്മറി സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് includes amount of CPU and real time used. എത്രത്തോളം എമൗണ്ട് ഓഫ് CPU അതേപോലെ തന്നെ റിയൽ ടൈമും യൂസ് ചെയ്തിട്ടുണ്ട്, ടൈം ലിമിറ്റ് എന്താണ്, അക്കൗണ്ട് നമ്പർ എന്താണ്, ജോബ് എന്താണ്, അല്ലെങ്കിൽ പ്രോസസ് നമ്പർ എത്രയാണ്, ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ ഉണ്ടാവുക. അടുത്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ. ഇതിലെന്തൊക്കെ ഉണ്ടാവുക? എത്ര നമ്പർ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട്, എത്ര എത്ര ഓപ്പൺ ഫയൽസിൻ്റെ ഉണ്ട് എന്നുള്ള ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫർമേഷനിൽ ഉണ്ടാവുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു ഡയഗ്രമാണ്. സോ ഹിയർ ഇസ് ദ പോയിന്റർ. ഇവിടെ എന്താ ഉള്ളത്? പ്രോസസ് ടേബിൾ ഇവിടെ ഇരിക്കും, പ്രോസസ് സ്റ്റേറ്റ് ഉണ്ട്, അതായത് നമ്മുടെ റണ്ണിങ്, ന്യൂ, അങ്ങനെ ടെർമിനേറ്റഡ്, വെയിറ്റിംഗ്, അങ്ങനത്തെ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇവിടെ പ്രോസസ് നമ്പർ ഉണ്ട്. ആദ്യം നമ്മൾ നമ്പർ പറഞ്ഞു, പിന്നെ PC കൗണ്ടർ വന്നു, രജിസ്റ്റർ, മെമ്മറി ലിമിറ്റ്, ഓപ്പൺ ഫയൽസിൻ്റെ ലിസ്റ്റ്, ഇതൊക്കെ ഇങ്ങനെ താഴേക്ക് ഉണ്ടാവും കേട്ടോ. എങ്ങനെയാണ് എന്തുണ്ടാവുക? പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പോയിന്റർ, പ്രോസസ് സ്റ്റേറ്റ്, പ്രോസസ് നമ്പർ, പ്രോസസ് കൗണ്ടർ, പിന്നെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ഫയൽസ്, മെമ്മറി ലിസ്റ്റൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ത്രെഡ്സ്. Process is a program that performs single thread of the execution. Okay? Process എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു എക്സിക്യൂഷൻ്റെ സമയത്ത് ഒരു സിംഗിൾ ത്രെഡാണ് പെർഫോം ചെയ്യുന്നത്. സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾസ് allows the process to perform only one task at a time. അതായത് സിംഗിൾ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊരു ടാസ്ക് ഒരു സമയത്ത് ചെയ്യത്തുള്ളൂ. Modern OS have extended the process concept to allow a process to have multiple threads. ഓക്കെ, ഇപ്പോൾ എന്താണ്, നമുക്ക് മൾട്ടിപ്പിൾ ത്രെഡ്സ് പ്രോസസ്സിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെർഫോം മോർ ദാൻ വൺ ടാസ്ക് അറ്റ് എ ടൈം, ഒന്നിലധികം ടാസ്ക് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോസസ് ഷെഡ്യൂളിംഗ്. Objective of the multi-programming is to have some process running at the same time. ഒരേ സമയം നമുക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ടു മാക്സിമൈസ് CPU യൂട്ടിലൈസേഷൻ. മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് CPU യൂട്ടിലൈസേഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാത്തിനെയും ഒരേ സമയം റൺ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി പ്രോഗ്രാമിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Objective of time scheduling is to switch the CPU among various processes so frequently that the user can interact with each program while it is running. അതായത് ഈ ടൈം ഷെയറിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPUസിന് പ്രോസസ്സുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സ്വിച്ചിങ് ഒരുപാട് ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ വാട്ട് യൂസർ ക്യാൻ ഡു? പ്രോഗ്രാമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് തന്നെ റൺ ചെയ്യുന്ന സ്റ്റേറ്റിൽ ഇന്ററാക്ഷൻ നടത്താൻ പറ്റും. അതാണ് റണ്ണിങ് ടൈം ഷെയറിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തതാ ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ഷെഡ്യൂളിംഗ് ക്യൂ. processes enter the system. Processes നമ്മുടെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറി. ഓക്കെ, they are put into job queue. ആദ്യം ഇവരെ എന്ത് ചെയ്യും? ജോബ് ക്യൂവിൽ കയറ്റിയിടും. The queue consists of all the processes in the system. ഈ ക്യൂവിലായിരിക്കും എല്ലാ പ്രോസസ്സും P1, P2 എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും കിടക്കുന്നുണ്ടാവുക. Processes that are residing in the main memory are ready and waiting to execute are kept on the list called ready queue. Okay, ഇനി ഇതെന്ന് മെയിൻ മെമ്മറിയിൽ കയറിയിരിക്കുന്ന പ്രോസസ്സുകൾ ഉണ്ടാവും. ഇവിടെ വേറെ ജോബ് ക്യൂ ഉണ്ട്. അതല്ലാതെ മെയിൻ മെമ്മറിയിൽ ഒന്ന് രണ്ട് പ്രോസസ്സുകൾ കയറിയിരിക്കുന്നുണ്ടാവും. ഇതെന്ന് പറയുന്നത് റെഡി ആയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് നമുക്ക് ഇനി പ്രൊസസ്സറിന് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിനെയാണ് എന്ത് പറയണത്? റെഡി ക്യൂ എന്ന് പറയുന്നത്. ക്യൂ is mainly stored as linked list. ക്യൂവിനെ എങ്ങനെയാ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക? ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. The ready queue heads contains pointers to the first and the final PCB of the list. റെഡി ക്യൂവിലെ ഹെഡേഴ്സ് എന്ന് പറയുന്നത് PCBയുടെ ഫസ്റ്റും ലാസ്റ്റ് ഇതുമായിട്ട് ആയിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയായിരിക്കും ലിങ്കിങ് കിടക്കുന്നുണ്ടാവുക. ഈച്ച് PCB contains one pointer field that points to the next PCB of the ready queue. ഓരോ PCBയും പോയിന്റർ ഫീൽഡ് എന്ന് പറയുന്നത് അടുത്ത PCBയുടെ റെഡി ക്യൂ ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻ കേസ് ഓഫ് an input-output request, the request may be to the dedicated type driver or to the shared device such as disk. ഇൻപുട്ട് റിക്വസ്റ്റ് വന്നു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്ന റിക്വസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഡെഡിക്കേറ്റഡ് ആയിരിക്കും? ഒന്നെങ്കിൽ ടേപ്പ് ഡ്രൈവിനോ അല്ലെങ്കിൽ ഷെയർഡ് ഡിസ്ക് ഡ്രൈവ് ഡിസ്കിനൊക്കെ ആയിട്ടായിരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. സിൻസ് ദ സിസ്റ്റം ഹാസ് മെനി പ്രോസസ്സസ്, ദ ഡിസ്ക് മേ ബി ബിസി വിത്ത് ദ ഇൻപുട്ട് റിക്വസ്റ്റ് ഓഫ് സം അതർ പ്രോസസ്സസ്. ഓക്കെ, ഒരുപാട് പ്രോസസ്സസ് സിസ്റ്റത്തിനുള്ള കാരണം കൊണ്ട് തന്നെ ഡിസ്ക് ചിലപ്പോൾ എന്തായിരിക്കും? ബിസി ആയിട്ടായിരിക്കും ഉണ്ടാവുക, വേറെ പ്രോസസ്സുകളുള്ള കാരണം കൊണ്ട്. ദ പ്രോസസ് therefore may have to ഡിസ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും ചില സമയത്ത്. The list of the processes waiting for the particular input-output device is called device queue. അതായത് ഒരു ലിസ്റ്റ് ഓഫ് പ്രോസസ്സുകൾ ഈ ഡിവൈസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവില്ലേ, അതിനെയാണ് ഡിവൈസ് ക്യൂ എന്ന് പറയുന്നത്. ഈച്ച് ഡിവൈസ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിവൈസ് ക്യൂ. ഓരോ ഡിവൈസസിനും അതിൻ്റെതായിട്ടുള്ള ഡിസ്ക് ക്യൂ ഉണ്ടാവും. അതായത് ഇപ്പോൾ പ്രിന്റർ ആണെങ്കിൽ പ്രിന്ററിന് അതിൻ്റെ ക്യൂ ഉണ്ടാവും, കീബോർഡ് ആണെങ്കിൽ കീബോർഡിന്, അങ്ങനെ ഔട്ട്പുട്ട് ഡിവൈസ് മോണിറ്റർ ആണെങ്കിൽ മോണിറ്ററിന്, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മുടെ ക്യൂ ഹെഡർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഹെഡും ടെയിലും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഹെഡ് എന്ന് പറയുന്നത് PCBയുടെ ആദ്യത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള എന്താണ് PCBക്ക് അടുത്തത് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടാവും, അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്തേക്ക്, അങ്ങനെ കണക്ട് ചെയ്ത് പോവാണ് ചെയ്യണത്. ഓക്കെ, ഇതിൽ പറയുന്നത് കേട്ടോ, ഹെഡ് എന്ന് പറയുന്നത് ആദ്യത്തെ PCBയുടെ ഇതിക്കും, ടെയിൽ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ PCBയുടെ അവസാനത്തെ ബോക്സിലേക്ക് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതാണ് സംഭവം. ഓക്കെ ആണോ? കോമൺ റെപ്രസെന്റേഷൻ ഓഫ് ദ പ്രോസസ് ഷെഡ്യൂളിംഗ് ഇസ് എങ്ങനെയാണ്? ക്യൂവിംഗ് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈച്ച് റെക്ടാങ്കുലർ ബോക്സ് റെപ്രസെന്റ് ഓരോ റെക്ടാങ്കിൾ ബോക്സും ക്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് ക്യൂ ആണുള്ളത്. ഒരെണ്ണം റെഡി ക്യൂവും അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഡിവൈസ് ക്യൂ ആണ് ഉള്ളത്. റെഡി ക്യൂ അല്ലെങ്കിൽ സെറ്റ് ഓഫ് device queue. Circles represents the resources that serves the queue. റിസോഴ്സസിനെയാണ് നമ്മൾ സർക്കിളിലിട്ട് കാണിക്കുന്നത്. The arrow indicates the flow of the process in the system. നമ്മൾ ആരോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. The new process is initially put in റെഡി ക്യൂ. ആദ്യത്തെ പുതിയ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എവിടെ ഇടും? റെഡി ക്യൂവിലാണ് കൊണ്ടിടുന്നത്. ഇറ്റ് വെയിറ്റ്സ് ഇൻ ദ റെഡി ക്യൂ അൺടിൽ ഇറ്റ് ഇസ് സെലക്ടഡ് ഫോർ എക്സിക്യൂഷൻ. അത് എക്സിക്യൂഷന് സെലക്ട് ആവുന്നത് വരെ എന്ത് ചെയ്യും? അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് ദ പ്രോസസ് ഇസ് അസൈൻ ടു ദ CPU-ക്ക് ഈ പ്രോസസ് അസൈൻ ചെയ്തു നിൽക്കുക. ആൻഡ് ഇസ് എക്സിക്യൂട്ടിങ്. CPU-ക്ക് നമ്മൾ കൊടുത്തു, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം. വൺ ഓഫ് ദ സെവറൽ ഇവന്റ്സ് ഒക്കേഴ്സ്. അതായത് ഒരുപാട് ഇവന്റ്സിൽ ഒരെണ്ണം ഒക്കറിയാണ്. ദ പ്രോസസ് കുഡ്
issue an input output request and then place in an input output queue. ഓക്കെ, പ്രോസസ്സിന് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റും എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂവിന് കൊടുക്കാനും പറ്റും. ദ പ്രോസസ് കുഡ് ക്രിയേറ്റ് എ ന്യൂ പ്രോസസ് ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്സ് ടെർമിനേഷൻ. പ്രോസസ്സിന് ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ടെർമിനേഷന് വെയിറ്റ് ചെയ്യാനും പറ്റും. ദ പ്രോസസ് കുഡ് ബി റിമൂവ്ഡ് ഫോഴ്സ്ഫുള്ളി ഫ്രം ദ സി പി യു. പ്രോസസ്സിന് സി പി യുവിനെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും ആസ് എ റിസൾട്ട് ഓഫ് ആൻ ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇതിനെ റിമൂവ് ചെയ്യണത് ഫോഴ്സ്ഫുള്ളി. ആൻഡ് ക്യാൻ പുട്ട് ബാക്ക് ടു ദ റെഡ്യൂ ക്യൂ. അതിനെ തിരിച്ച് എവിടെ കൊണ്ടിടാൻ പറ്റും, നമുക്ക് റെഡ്യൂ ക്യൂവിൽ കൊണ്ടിടുക. ഓക്കെ, നമ്മുടെ റെഡ്യൂ ക്യൂവിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, റെഡ്യൂ ക്യൂന്ന് നമ്മൾ സി പി യുക്ക് കൊണ്ടിട്ടു. ഒന്നെങ്കിൽ ഇതിനടുത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സി പി യുന്ന് എടുത്തിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂവിൽ കൊടുക്കാം. എന്നിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമുക്കൊന്നെങ്കിൽ ടൈം സ്ലൈസ് എക്സ്പയർ ചെയ്ത് പോവാം, അല്ലെങ്കിൽ അതിൻ്റെ ഫോക്ക് എന്നിട്ട് അതിൻ്റെ കുട്ടീനെ എക്സിക്യൂട്ട് ചെയ്യുക. അതല്ല വെയിറ്റ് ഫോർ ആൻ ഇൻട്രപ്റ്റ്. ഇൻട്രപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് ആയിരിക്കും ഇവിടെ ഒക്കർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. ക്യൂ ഡയഗ്രാം ഇസ് റെപ്രസെന്റഡ് ഫോർ പ്രോസസ് ഷെഡ്യൂളിംഗ്. പ്രോസസ് ഷെഡ്യൂളിങ്ങിന്റെ മൊത്തം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തതാണ് ഷെഡ്യൂളേഴ്സ്. എ പ്രോസസ് മൈഗ്രേറ്റ് ബിറ്റ്വീൻ വാരിയസ് ഷെഡ്യൂളിംഗ് ക്യൂസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ടൈം. അതെ, ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വാരിയസ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ക്യൂസിലൂടെ അവരുടെ എൻ്റയർ ലൈഫ് ടൈമിൽ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൾവേസ് മസ്റ്റ് സെലക്ട് ഫോർ scheduling purpose process from these queues in some fashion. ഒരു പെർട്ടിക്കുലർ ഒരു ഓർഡറിൽ വേണം ഇതിനെ സെലക്ട് ചെയ്തെടുക്കാൻ. സെലക്ഷൻ പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഷെഡ്യൂളർ. ഈ സെലക്ഷൻ പ്രോസസ് ആരാ നോക്കണത്, ഷെഡ്യൂളർ ആണ് നോക്കണത്. ലോങ് ടേം ഷെഡ്യൂളർ. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ഷെഡ്യൂളർ ആയാലും ആദ്യത്തെ ലോങ് ടേം ഷെഡ്യൂളർ ആണ്. സെലക്ട്സ് പ്രോസസ് ഫ്രം ജോബ് പൂൾ ആൻഡ് ലോഡ് ദം ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. ജോബ് പൂളിൽ നിന്ന് എടുത്തിട്ട് മെമ്മറിയെ കൊണ്ടിടും എക്സിക്യൂഷന് വേണ്ടിയിട്ട്. ഇനി ഷോർട്ട് ടേം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതെന്ന് പറയുന്നത് സെലക്ട്സ് ഫ്രം എമംഗ് ദ പ്രോസസ് ദാറ്റ് ആർ റെഡി ടു എക്സിക്യൂട്ട്. റെഡി ആയിട്ടുള്ള സാധനത്തിന് എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള സാധനം എടുക്കും. എന്നിട്ട് അത് സി പി യുക്ക് allocate the CPU to one of them. ഏതെങ്കിലും ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സി പി യുവിനെ കൊടുക്കും. അതാണ് ഷോർട്ട് ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് പൂളിൽ നിന്ന് എടുക്കണോ മെമ്മറിക്ക് ലോഡ് ആക്കണം. ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷന് റെഡിയാക്കി വെച്ച സാധനത്തിന് എന്ത് ചെയ്യാണ്, റെഡി ആയിട്ടുള്ള സാധനത്തിന് സി പി യു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Primary distinction between long-term scheduler and short-term scheduler is the frequency of their execution. Primary distinction എന്താണ്, അവരുടെ frequency ആണ്, executionന്റെ frequency. Short-term scheduler must select a new process for the CPU frequency. Short-term schedulerന് ഒരു പുതിയ പ്രോസസ്സിനെ സെലക്ട് ചെയ്യണം സി പി യു ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട്. ഷോർട്ട് ടേം ഷെഡ്യൂളർ മസ്റ്റ് ബി ഫാസ്റ്റ്. ഷോർട്ട് ടേം ഷെഡ്യൂളറിന്റെ കുഴപ്പം എന്താണ്, അവരെന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ലോങ് ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത് എന്താ, ലെസ് ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കെയർഫുൾ ആയിട്ടുള്ള സെലക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നുണ്ടാവുക. പ്രോസസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ്ഡ് ആസ് ഐദർ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ട് അല്ലെങ്കിൽ സി പി യു ബോണ്ട്. ഓക്കെ, ഈ പ്രോസസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ട് അല്ലെങ്കിൽ സി പി യു ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ട് പ്രോസസ് സ്പെൻഡ്സ് മോർ ഓഫ് ഇറ്റ്സ് ടൈം ഇൻപുട്ട് ഔട്ട്പുട്ട് ദാൻ സ്പെൻഡ് ഡൂയിങ് കമ്പ്യൂട്ടേഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ടിൽ എന്താ നടക്കണേ, കൂടുതൽ ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ടിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി സി പി യു ബോണ്ട് ആണെങ്കിലോ, ഇതെന്ന് പറയുന്നത് ജനറേറ്റ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് ഇൻഫ്രീക്വന്റ്ലി യൂസിങ് more of its time doing computation than as input output bond process uses. Okay, ഇവിടെ എന്തിനാ കൂടുതൽ സി പി യു ബോണ്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് എടുക്കുന്നതിലാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ലോങ് ടേം ഷെഡ്യൂളേഴ്സ് ഷുഡ് സെലക്ട് എ ഗുഡ് പ്രോസസ് മിക്സ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ട് ആൻഡ് സി പി യു ബൗണ്ട് പ്രോസസ്. ഇതെന്ന് പറയുന്നത് ഒരു നല്ല പ്രോസസ് ആയിരിക്കണം എടുക്കേണ്ടത്.
If all processes are input output bound, the ready queue will almost always be empty. ഇപ്പൊ എല്ലാതും ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ട് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? റെഡി ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, മിക്ക സമയവും എന്തായിരിക്കും, എം ടി ആയിരിക്കും. അതേപോലെ തന്നെ ഷോർട്ട് ടേം ഷെഡ്യൂളറിന് ആകെ കുറച്ച് പണിയേ ഉണ്ടാവുള്ളൂ. ഇഫ് ഓൾ പ്രോസസ്സസ് ആർ CPU ബൗണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റിംഗ് ക്യൂ വിൽ ഓൾമോസ്റ്റ് ഓൾവേസ് ബി എംപ്റ്റി. എല്ലാ പ്രോസസ്സും CPU ബൗണ്ട് ആണെങ്കിൽ എന്തുണ്ടാവും? ഇൻപുട്ട് ഔട്ട്പുട്ട് വെയിറ്റിംഗ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും എംപ്റ്റി ആയിട്ടിരിക്കും. സോ ഡിവൈസസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അൺയൂസ്ഡ് ആയിട്ട് പോവും. അതേപോലെ തന്നെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായി മാറും? അൺബാലൻസ്ഡ് ആയി മാറും ചെയ്യും. The system with the best performance will have combination of CPU bound ഉണ്ടാവണം ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സിസ്റ്റത്തിന്, അതേപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബോണ്ട് പ്രോസസ്സുകളും ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ മീഡിയം ടേം ഷെഡ്യൂളറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റിമൂവ്സ് ദ പ്രോസസ്സസ് ഫ്രം മെമ്മറി ആൻഡ് ദെൻ റെഡ്യൂസ് ദ ഡിഗ്രി ഓഫ് ദ മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, മീഡിയം ഇതിൽ എന്താ ചെയ്യണത്? ഇതെന്ന് പറയുന്നത് മെമ്മറിന്ന് പ്രോസസ്സുകളെ റിമൂവ് ആക്കിയിട്ട് എന്ത് ചെയ്യും? റെഡ്യൂസ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രോസസ്സസ് ആർ സ്വാപ്ഡ് ഔട്ട് ആൻഡ് ലേറ്റർ സ്വാപ്ഡ് ഇൻ ബൈ ദ മീഡിയം. ആദ്യം സ്വാപ്പ് ഔട്ട് ചെയ്യും, അതിനുശേഷം പുറത്താക്കിയതിനു ശേഷം പിന്നെ പുള്ളിയെ കയറ്റും. സ്വാപ്പിംഗ് മേ ബി നെസസറി ടു ഇംപ്രൂവ് പ്രോസസ് മിക്സ്. പ്രോസസ് മിക്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് പാർഷ്യലി എക്സിക്യൂട്ടഡ് സ്വാപ്ഡ് ഔട്ട് പ്രോസസ്സസ് ആണല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിനെന്ത് ചെയ്യും? സ്വാപ്പിന് ഇത് റെഡി ക്യൂല് കയറ്റും. റെഡി ക്യൂല് കയറ്റിയതിനു ശേഷം CPU കയറ്റും. അതിനുശേഷം പ്രോസസ്സ് ഉണ്ടായിരിക്കും. ഇനി CPU ഇരിക്കുന്ന സ്ഥാനത്തിന് നമുക്ക് സ്വാപ്പ് ഔട്ട് ചെയ്ത് കളയാലോ. അപ്പൊ ഈ പ്രോസസ്സ് പിന്നെയും നടക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, CPU എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ എത്താൻ കാരണം ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യൂക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് റെഡി ക്യൂല് പോവും. റെഡി ക്യൂ പുറത്തു. ഓക്കെ, അടുത്തതാണ് content switching. Content switch എന്താ? Switching the CPU to another process required saving the state of the old process, loading saved state from the new process. This task is known as content switch. ഒന്നുമില്ല, പഴയ പ്രോസസ്സിന്റെ എന്ത് ചെയ്യും? അതായത് നമ്മുടെ ഒരു ഇത് നടക്കുന്നുണ്ടല്ലോ, പഴയ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഓൾഡ് സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പുതിയ P2 എന്ന് പറഞ്ഞ പുതിയ പ്രോസസ്സ് വന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യും? ലോഡ് ചെയ്തെടുത്ത് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, ഇങ്ങനെ പഴയ പ്രോസസ്സിനെ നീക്കി വെച്ചിട്ട് പുതിയ പ്രോസസ്സിനെ ലോഡ് ചെയ്തെടുക്കുന്നതിനെയാണ് കണ്ടന്റ് സ്വിച്ച് എന്ന് പറയുന്നത്. കണ്ടെക്സ്റ്റ് ഓഫ് ദ പ്രോസസ് ഇസ് റെപ്രസെന്റഡ് ഇൻ ദ PCB ഓഫ് ദ പ്രോസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വാല്യൂ ഓഫ് ദ CPU രജിസ്റ്റർ, ദ പ്രോസസ് സ്റ്റേറ്റ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ് ഇൻഫർമേഷൻ. ഒരു കണ്ടന്റ് ഓഫ് ദ പ്രോസസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണേ? PCBയിൽ ഉണ്ടായിരിക്കും പ്രോസസ്സിന്റെ. അതേപോലെ തന്നെ അതിൽ CPU രജിസ്റ്ററിന്റെ വാല്യൂ ഉണ്ടായിരിക്കും, പ്രോസസ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മെമ്മറി മാനേജ്മെന്റ് ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. കണ്ടന്റ് സ്വിച്ച് ഒക്കേഴ്സ് എപ്പോഴാണോ കണ്ടന്റ് സ്വിച്ച് നടക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും? കേർണൽ എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് ദ ഓൾഡ് പ്രോസസ് ഇൻ ഇറ്റ്സ് PCBയിൽ സേവ് ചെയ്തേക്കും ഈ കേർണൽ പോയിട്ട്. എന്നിട്ട് സേവ്ഡ് കണ്ടന്റ്, പുതിയ പ്രോസസ്സിന്റെ സേവ്ഡ് കണ്ടന്റ് എന്ത് ചെയ്യും? ലോഡ് ചെയ്തെടുക്കും റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടന്റ് സ്വിച്ച് ടൈം ഇസ് പ്യുവർ ഓവർഹെഡ് ബിക്കോസ് ദ സിസ്റ്റം ഡസ് നോട്ട് യൂസ്ഫുൾ വർക്ക് വൈൽ സ്വിച്ചിങ്. സ്വിച്ചിങ്ങിന്റെ സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോസസ് അല്ല ചെയ്യുന്നത്. ഇറ്റ് സ്പീഡ് വാരീസ് ഫ്രം മെഷീൻ ടു മെഷീൻ. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് മെഷീൻ ടു മെഷീൻ വാരി ചെയ്യുന്നതാണ്. Depending on memory speed, number of registers that must be copied and existence of special instructions existence ന്റെ കാരണമായിട്ടും ഇത് വരുന്നുണ്ട്. ഓക്കെ ആണോ?